ഹായ് എവറിബഡി, രാജലക്ഷ്മിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇസ്കീമിക് സ്ട്രോക്ക് എന്താണെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണ് ഹെമറേജിക് സ്ട്രോക്ക് എന്നാണ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീഡിങ്. അപ്പോൾ ബ്ലീഡിങ് മൂലം ഉണ്ടാകുന്ന സ്ട്രോക്ക്, പക്ഷാഘാതം, അതാണ് ഹെമറേജിക് സ്ട്രോക്ക്. ഇനി ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലേ? തലയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഒന്നാമത്തെ നമ്പർ 1 റീസൺ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ. അപ്പം ഹൈ ബ്ലഡ് പ്രഷർ നമുക്കിപ്പോൾ BP ഉണ്ട്, ചില ആളുകൾ മെഡിസിൻസൊക്കെ സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. BP കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ തലച്ചോറിലേക്ക് പോകുന്ന ഏതെങ്കിലും രക്തക്കുഴൽ അല്ലെങ്കിൽ ധമനികൾ പൊട്ടിയിട്ട് ബ്ലീഡായി അങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ഈ ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യൂറിസം എന്ന് പറയും, അതായത് ബ്രെയിൻ അന്യൂറിസംസ്. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഇതുപോലെയുള്ള രക്തക്കുഴലുകളിൽ ചില ഭാഗങ്ങളിൽ കട്ടി കുറഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ ബലൂണ് പോലെ വീർത്ത് അത് പൊട്ടി അവിടുന്ന് ബ്ലീഡാവുന്ന ഒരു അവസ്ഥയാണ്. അതാണ് അന്യൂറിസംസ് എന്ന് പറയുക. അത് നമുക്ക് ബ്രെയിനിലും പിന്നെന്താ പറയുക, അയോട്ട, അത് ഹാർട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ചില രക്തക്കുഴലുകൾ ഇങ്ങനെ വീർത്ത് പൊട്ടാറുള്ള ചാൻസസ് ഉള്ള ഇതാണ്. അപ്പോൾ അതാണ്. പിന്നെ വേറൊരെണ്ണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ എന്ന് പറയും. അതായത് ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഒരു അബ്നോർമൽ കണക്ഷൻ. അത് ചില ആളുകൾക്ക് ജന്മന അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് അതിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് റീസൺ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് റീസൺ അറിയില്ല ആർക്കും. അത് എനിക്ക് തോന്നുന്നു കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഈ അബ്നോർമൽ കണക്ഷൻ വരുന്ന സമയത്ത് അതും ഇങ്ങനെ ഈ അന്യൂറിസം വന്നിട്ട് അത് റപ്ചർ ആവാനുള്ള, അത് പൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നോർമലായിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ആവുക ചെയ്യുന്നത്. അപ്പം അവിടെ അത് ചിലപ്പോൾ പൊട്ടിയിട്ട് ബ്ലീഡിങ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്ന ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളവർക്കെല്ലാം അങ്ങനെ സ്ട്രോക്ക് വരണം എന്നല്ല, അങ്ങനെ ഹൈ റിസ്ക് ആണെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്ന ആളുകൾ, ചില ആൾക്കാർക്ക് ജനിക്കുമ്പോൾ തന്നെ ചിലർക്ക് അസുഖങ്ങളുണ്ടല്ലേ, അതായത് ഈ ഫാക്ടർ ഡിസോർഡേഴ്സ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ടിങ് ഫാക്ടർ ഡിസോർഡേഴ്സ്. അത് ചിലർക്ക് ജനിക്കുമ്പോഴേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കും. സ്റ്റെൻഡിങ് കഴിഞ്ഞവർ, അതുപോലെ എന്താ പറയുക, ഹാർട്ട് ബ്ലോക്ക് വന്നിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് CABG പോലുള്ള സർജറി ചെയ്തവരൊക്കെ ബ്ലഡ് തിന്നേഴ്സ് എടുക്കും. അപ്പോൾ ഈ ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്ന ആൾക്കാർക്കും ബ്ലീഡിങ് ചാൻസസ് എപ്പോഴും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ട്രോമ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ചിലപ്പോൾ ആ ബാത്റൂമിൽ വീണു, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണു, പെട്ടെന്ന് തലയിടിച്ച് വീണു, അങ്ങനെ പെട്ടെന്ന് ബോധം പോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സൈഡ് പാരലൈസ് ആയിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്നുള്ളൊരു ഇഞ്ചുറി വരുമ്പോഴത്തേനും നമ്മുടെ തലയ്ക്കുള്ളിൽ ഏതെങ്കിലും ഇതുപോലെ രക്തക്കുഴലുകളൊക്കെ പൊട്ടിയിട്ട് ബ്ലീഡ് ആവുന്നൊരവസ്ഥയാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സ്, നമ്മൾ ബ്രെയിൻ ട്യൂമർ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ചില സമയത്ത് പ്രഷർ കൂടിയിട്ട് അങ്ങനെയൊക്കെ ഇത് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹെമറേജിക് സ്ട്രോക്കിൻ്റെ റീസൺസ്. അപ്പം എന്താ പറയുക, നമ്മൾ എപ്പോഴും BP എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇതിനകത്തിലെ എല്ലാത്തിലും ഒരു വില്ലനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് BP ഉണ്ടെങ്കിൽ നമ്മളത് വെറും നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ അതിന് മരുന്ന് നമ്മൾ കറക്റ്റായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. പിന്നെ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തൊരു അസുഖം ഉണ്ടെങ്കിലും നമ്മളതിന് ഫോളോ അപ്പിന് ഡോക്ടേഴ്സിനെ പോയി കാണണം. അത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് സ്ട്രോക്കിൻ്റെന്ന് ഒക്കെ ഞാൻ പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.